ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഓർമ്മ ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. അതിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. ഹല്ലേലൂയ. അല്ലെ, കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഈസ്റ്റർ എന്ന ഒരു ദിവസം. വേറെ ഒരാൾക്കും കലണ്ടറിൽ ഈസ്റ്റർ എന്ന ദിവസം ഇല്ല. ഉണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എൻ്റെ കർത്താവ് മരണത്തെ ജയിച്ച ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഭാഗം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന യേശുവിൻ്റെ വാക്കുകൾ ആരൊക്കെയോ ഗ്രഹിച്ചു. ഞാനിത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടിയത്, ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല, പക്ഷെ പുറത്തെ പലർക്കും അത് മനസ്സിലായി. ഹല്ലേലൂയ. അല്ലേ, ഈ മന്ദിരം പൊളിപ്പീൻ 3 ദിവസം കൊണ്ട് ഞാനത് പണിയുമെന്നൊക്കെ പറയുമ്പോൾ ചിലർ ചിന്തിച്ചത് ആ യെരൂശലേം ദേവാലയത്തെ കുറിച്ചെന്ന. എന്നാൽ കൂടെയുള്ള പലർക്കും പിടികിട്ടാത്ത ഈ വാക്ക് പീലാത്തോസിനോ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിലെ മറ്റു പലർക്കും പിടികിട്ടി. ചിലപ്പോൾ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയുടെ അകത്ത് യേശുവിന്റെ ശരീരത്തെ പൊതിഞ്ഞു വച്ചേച്ച ബൈബിൾ പറയുന്നു, കല്ലുരുട്ടി വച്ചു. അത് സ്വാഭാവികമാണ്. എന്നാൽ ഉരുട്ടി വെച്ച കല്ലുകൊണ്ട് അതിനെ ഒതുക്കാൻ, അല്ലെങ്കിൽ ആ കല്ലറയെ അങ്ങനെ ഒതുക്കാൻ അവർക്ക് പറ്റിയില്ല. വചനം ഇങ്ങനെ പറയുന്നു, അതിൽ അവർ തൃപ്തരല്ലാത്തത് കൊണ്ട് വേദപുസ്തകം പറയുന്നു, പീലാത്തോസ് അവരോട് പറയുകയാണ്, കാവൽ കൂട്ടത്തെ തരാം, നിങ്ങൾ പോയി ആവുന്നതുപോലെ ആ കല്ലറയെ അടച്ച് ഉറപ്പാക്കി കൊള്ളുക. സാധാരണ യഹൂദന്മാരുടെ കല്ലറ അല്ലെങ്കിൽ ഒരു ഗുഹയ്ക്ക് തുല്യമായി പുറത്തൊരു കല്ലുകൊണ്ട് അടച്ചു വെച്ച പിന്നെ അങ്ങോട്ട് ആരും പ്രവേശിക്കാറില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം കാവൽക്കാരെ വെച്ച് കാവൽ ചെയ്ത ഒരു കല്ലറയുണ്ടെങ്കിൽ അത് യേശുവിന്റെ കല്ലറയാണ്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. അല്ലേ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനൊന്നും ആരും കാവൽ ചെയ്യാറില്ല. അതിൻ്റെ ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെ പേടിച്ചിട്ട് കാവൽ ചെയ്യാറുണ്ട്. എന്നാൽ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനെ പേടിച്ച കാവൽ ചെയ്യുന്നത്? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും ആർക്കൊക്കെ ഒരു ഭയമുണ്ട്. എന്നാ ഭയം എന്നറിയാമോ? ഇനി മരണം വരുമെന്നല്ല, ഇനി ഒരു ജീവന്റെ തുടിപ്പ് ചിലപ്പോൾ അതിനകത്തിറങ്ങിയാലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജന ോട് ഞാൻ പറയാം, കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാവൽ ആരൊക്കെ നിർത്തിയാലും അതിനകത്ത് ജീവന്റെ തുടിപ്പ് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്നൊരു രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, എത്ര കാവൽക്കാർ നിന്നാലും കല്ലിനെ മുദ്ര വെച്ചാലും ഇന്നൊരു രാത്രി വെളിപ്പെടേണ്ട ദൈവത്തിന്റെ ജീവൻ ഇന്നൊരു രാത്രിയിലും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ഈ രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, എത്ര കാവലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ജീവന്റെ തുടിപ്പുകൾ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ പറഞ്ഞവൻ വിശ്വസ്തനായ ദൈവം. യേശുവിന്റെ നാമത്താൽ ജയം. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ശരീരത്തെ കാവൽ ചെയ്യുവാൻ അവൻ ഒത്തിരി കാവൽക്കാരെ കൽപ്പിച്ചാക്കി. എന്നിട്ട് എന്നാ പറഞ്ഞേ? ആവോളം നിങ്ങൾക്ക് കഴിയുന്നതുപോലെ നിങ്ങൾ അതിനെ അടച്ച് സൂക്ഷിക്കുക. ഇവർ ചെന്ന് കാവല് മാത്രമല്ല വച്ചത്, പിന്നെയോ കല്ലിന് മുദ്ര വച്ചു. ദാറ്റ് മീൻസ് ഗവൺമെന്റിന്റെ മുദ്ര ഈ കല്ലിന്മേൽ വച്ചേച്ചു പറയുക, ഇനി ഇതിന് തൊടാൻ ആർക്കും അധികാരമില്ല. അഥവാ തൊട്ടാൽ അവന്റെ മേൽ ചില നടപടി ഉണ്ടാകും. അല്ലെ, നമ്മുടെയൊക്കെ നാട്ടിലെ ഗവൺമെന്റിന്റെ സീല എവിടെങ്കിലും വച്ചിരിക്കുന്നത് ആരെങ്കിലും അതിനെ ഒന്ന് പൊട്ടിക്കാനോ ആ പൂട്ടൊന്ന് തുറക്കാനോ ശ്രമിച്ചാൽ സാധാരണ വീടിന്റെ പൂട്ട് തുറക്കുന്ന ലാഘവത്തോടെ ആയിരിക്കില്ല അവൻ അതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവൻ ഏൽക്കേണ്ടി വരും. ഒത്തിരി ബുദ്ധിമുട്ട് അവൻ ഏൽക്കേണ്ടി വരും. അത് ഗവൺമെന്റിന്റെ മുദ്രയാകുമ്പോൾ അങ്ങനെയാ. ഇന്ന്
രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാ, ഗവൺമെന്റിന്റെ മുദ്ര കൊണ്ട് ഇതിനെ അടച്ചു വച്ചു. എന്തിന്? ഒരു പ്രവചനം നിവർത്തിയാകാതിരിക്കാൻ. ഏത് പ്രവചനം? നിങ്ങൾ പൊളിച്ചാൽ 3-ാം ദിവസം ഞാൻ പുറത്തു വരും. ഇന്നൊരു രാത്രി ഞാൻ ദേശത്തോട് വിളിച്ചു പറയാ, കർത്താവ് പറഞ്ഞ ഒരു പ്രവചനവും നീണ്ടുപോയിട്ടില്ല. പറഞ്ഞത് തക്ക സമയങ്ങളിൽ നിവർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എത്ര അധികാരികളും എത്ര കാവൽക്കാരും എത്ര മുദ്രയും അതിന്റെ പുറത്തു വീണാലും കർത്താവ് പറഞ്ഞത് തക്ക സമയത്ത്. ഓ റീമാനാ ഷെകേനിയ റഗൽ കമനഗഡഗസെ വൈഷസ് ബ്രൗഡി ബിരിഗഡഗ റഗൽ കമനഗഡഗസെ തക്ക സമയത്ത് അത് പുറത്തു വരും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ശക്തമായി ഇതിനകത്ത് നിങ്ങളോട് കൈമാറുകയാണ്. ആമേൻ. കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഇന്നൊരു രാത്രി ജീവച്ഛവമായി കിടക്കുന്ന ചില അനുഭവങ്ങൾ നോക്കിയിട്ടാണെങ്കിൽ കർത്താവ് ഒരു പ്രവചനമോ ഒരു വാഗ്ദത്തമോ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുദ്ര വയ്ക്കുന്ന വ്യക്തികൾ നോക്കി നിൽക്കെ, കാവൽക്കാർ നോക്കി നിൽക്കെ. ചിലത് ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ സമയമായി. ഓ വിശ്വസിക്കുന്നവൻ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. വൈശസിയ റിവൽ കമനഗഡഗ ശന്തൽ പ്രൗഢി ബിനിഗഡഗസെ അത്യുന റഗൽ കമനഗഡഗ വൈഡം ജനാധര റീവ ക്ഷമനഗഡഗ ശന്തൽ പ്രൗഢി ബിനിഗഡഗസെ. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ വലിപ്പത്തെ തടയുവാൻ മറ്റൊരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. കാവൽ എത്രയുണ്ടെങ്കിലും വാഗ്ദത്തത്തെ തടയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് 2024 നിങ്ങൾക്ക് വെളിപ്പെടേണ്ട വാഗ്ദത്തത്തെ നോക്കി പറയുവാണ്. എത്ര മുദ്ര ആരൊക്കെ വെച്ചാലും വാഗ്ദത്തം അവിടെ കിടക്കത്തില്ല. നിന്റെ അടുക്കൽ വരേണ്ടത് നിന്റെ അടുക്കൽ വരും. ആമേൻ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ആമേൻ പറ. ആത്മാവ് ശക്തമായി പറയുന്നു, എത്ര മുദ്ര വെച്ചാലും മുദ്ര പലതാ. അന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്രയാ. എന്നാൽ ഇന്ന് വേറെ പല മുദ്രകളും നിന്റെ മേൽ കിടക്കുക. നീ രക്ഷപ്പെടരുതെന്നും നീ നന്മ പ്രാപിക്കരുതെന്നും നീ അനുഗ്രഹിക്കപ്പെടരുതെന്നും നിനക്കൊരു നല്ല ഭവനം ഉണ്ടാകരുതെന്നും നിന്റെ കുടുംബത്തിനകത്തൊരു ചലനം വരരുതെന്നും പറഞ്ഞ ലോകത്തിന്റെ പല ശക്തികൾ നിന്റെ മേൽ പല മുദ്രയും വെച്ച് പല കെട്ടുകളാൽ കെട്ടി ഒതുക്കി നിന്നെ വച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ സമയം ദീർഘിപ്പിക്കുകയില്ല. ഈ രാത്രിയിൽ ആത്മാവ് ശക്തമായി പറയുന്നു, നീ പുറത്തു വരും. മകത്വം ഇന്ന് രാത്രി നിന്നെ തൊടുന്ന, മകത്വം ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രി പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനങ്ങൾ നിന്നിൽ സംഭവിക്കട്ടെ. എത്ര വലിയ മുദ്രയാണെങ്കിലും അത് പൊട്ടും. നീ പ്രാപിക്കേണ്ട നന്മ നീ പ്രാപിക്കും. നീ പ്രാപിക്കേണ്ട അനുഗ്രഹം നീ പ്രാപിക്കും. നീ പ്രാപിക്കേണ്ട സൗഖ്യം നീ പ്രാപിക്കും. ഈ രാത്രി ദൈവാത്മാവ് ശക്തമായി ഈ ദേശത്തിനകത്ത് വിളിച്ചു പറയുന്നു. ലൈവിൽ എന്നെ കേൾക്കുന്നവരോട് വിളിച്ചു പറയുന്നു, ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ ആരൊക്കെ കാവൽ നിന്നാലും അതിനെ ഭേദിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ പോവുകയാ. ഏതൊക്കെ ശീലകൾ കൊണ്ട് നിന്നെ ചുറ്റിപ്പൊതിഞ്ഞാല് അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാ. ഏതൊക്കെ മുദ്ര നിന്റെ വഴിയിൽ കടന്നാലും ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ ഭേദിച്ചുകൊണ്ട് മഹത്വം വെളിപ്പെടാൻ പോവുകയാ. വൈശസിയ റിവൽ കമനഗഡഗ ശന്തൽ കമനഗഡഗ ശൈഡൽ പ്രൗഢിഗഡഗ രക്ഷസ് കമനഗഡഗസി മഹത്വം വെളിപ്പെടാൻ പോവുകയാ. ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. അപ്പൊ അവര് മുദ്ര വെക്കട്ടെ, അവര് കാവല് നിൽക്കട്ടെ, അല്ലേ? ഇതിനകത്ത് എന്നെ കേൾക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന ആർക്കൊക്കെയോ പറയാനുണ്ട്, പാസ്റ്ററെ അങ്ങോട്ട് പോയാലും കാവല, ഇങ്ങോട്ട് പോയാലും കാവല. വീട്ടിൽ നിന്ന് വെളിയിറങ്ങുന്നത് നോക്കി പലരും കാത്തിരിക്കുക. ശാപമിടാനും പ്രാകാനും നിനക്കെതിരെ പലതും ചെയ്യാനും അവൻ കണ്ടും നട്ടിരിക്കുക. എന്നാ ഇന്ന് രാത്രി ഈ വചനം നിന്നോടാ പറയുന്നേ, അവർ ഇരിക്കട്ടെന്നേ, അവർ കാണുകേ. 2024 ഈ മാർച്ച് മാസത്തിന്റെ ഒടുവിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നോട് ഡേറ്റ് ഇട്ടോ, സമയം പറഞ്ഞ ചില ദൂതുകൾ നിവർത്തീകരിക്കാൻ ദൈവത്തിന് കഴിയാതിരിക്കത്തില്ല. ഈ രാത്രിയിൽ ആ കാവൽ കൂട്ടത്തെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ
എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ചലിക്കാൻ സമയമായി. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. ആത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ. കാവൽ നിൽക്കെ, കാവൽ നിൽക്കെ, കാവൽ കൂട്ടങ്ങൾ നിൽക്കെ. മുദ്രകളെ ആർക്കും തൊടാൻ ഭയമാ. പല മനുഷ്യരും മുദ്ര വെച്ചത് തൊടാൻ പേടിയാ. ഇന്ന് പകൽ മനുഷ്യനെ ഭയമുള്ളൂ, ദൂതന് ഭയമില്ല. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിനക്ക് ചിലത് തൊടാൻ പേടിയായിരിക്കും, പക്ഷെ ഭയമില്ലാത്ത ദൂതൻ ഇറങ്ങി വരാൻ പോവുക. നിനക്ക് വേണ്ടി ചിലതിനെ തൊടാൻ, നിനക്ക് വേണ്ടി ചിലതിനെ ബ്രേക്ക് ചെയ്യാൻ, നിനക്ക് വേണ്ടി ചിലതിനെ ഓപ്പൺ ചെയ്യാൻ ഇന്ന് രാത്രി സ്വർഗം തന്റെ ദൂതനെ നിനക്ക് വേണ്ടി ഇറക്കുന്ന രാത്രി. യെസ്, ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് രാത്രിയിലെ മഹത്വം നടക്കും. ഇന്ന് രാത്രിയെ മഹത്വം വെളിപ്പെടും. ദേശത്തിന്റെ ചിന്ത 3 ദിവസം കൊണ്ട് വാഗ്ദത്തം നിറവേറില്ല. ഏതൊക്കെ വാഗ്ദത്തങ്ങളുടെ മേൽ അതിരുവച്ച് കല്ലുവച്ച് ഇനി അത് ചലിക്കത്തില്ലെന്ന് ആരെങ്കിലും ആമേൻ നിങ്ങളെ നോക്കി വിധി പറഞ്ഞെങ്കിൽ, ഈ രാത്രി ക്രിസ്തുവിന്റെ മഹത്വത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ചലിക്കാത്തതിനെ ചലിപ്പിക്കാൻ സ്വർഗം ദൂതനെ ഇറക്കുന്ന രാത്രിയാ. അവൻ എഴുന്നേൽക്കില്ലെന്ന് പലരും പറഞ്ഞെങ്കിൽ അതിനെ എഴുന്നേൽപ്പിക്കാൻ ദൈവം തന്റെ ദൂതനെ ഇറക്കുന്ന രാത്രിയാ. മാത്രമല്ല, ശീലകൾ കൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞ ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രിയിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, കല്ലുവച്ച് അടച്ചു വച്ചു, കല്ലിന്മേൽ മുദ്ര വെച്ചു, പോരാഞ്ഞിട്ട് കാവൽക്കൂട്ടത്തെ നിർത്തി. പക്ഷെ കർത്താവ് പറഞ്ഞ സമയത്തിന് മാറ്റമില്ല. ആമേൻ. നമ്മളാണെങ്കിൽ ചിന്തിക്കും, കാവലൊന്ന് മാറട്ടെ എന്നിട്ട് നമുക്ക് എഴുന്നേക്കാം. പക്ഷെ കർത്താവ് കാത്തു നിന്നില്ല. കർത്താവ് പറഞ്ഞത്, കാവലിന്റെ ടൈം അല്ല എന്റെ ടൈം. ആമേൻ. മുദ്രയുടെ ടൈം അല്ല എന്റെ ടൈം. എന്റെ സമയത്തിന്റെ മുമ്പിൽ അതെല്ലാം വഴിമാറാൻ പോവുക. ഇന്ന് ചില തടസ്സങ്ങളെ നോക്കി വെയിറ്റ് ചെയ്യുന്ന ചിലരോട് പറയുക, നീ അല്ല വഴി മാറേണ്ടത്. ചിലത് നിന്റെ മുൻപിൽ നിന്ന് ദൈവത്തിന്റെ ടൈം നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ ചിലത് നിന്റെ മുമ്പിൽ നിന്ന് വഴി മാറാൻ പോവുകയാ. വിശ്വസിക്കുന്നവർ അക്കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ ജയം. ഹല്ലേലൂയ. അതുകൊണ്ട് വാഗ്ദത്തങ്ങളുടെ മേൽ ആമേൻ കല്ലുവച്ചും മുദ്ര വച്ചും ഇരിക്കുന്ന സാധാന്യ മണ്ഡലങ്ങളോട് ഞാൻ പറയുക, ആമേൻ, നിനക്ക് തടയാൻ പറ്റാത്തൊരു പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്. പൈശാചിക ആധിപത്യങ്ങളോടും മന്ത്രവാദത്തിന്റെ പോരാട്ടങ്ങളോടും ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾക്ക് തടയാൻ പറ്റാത്ത ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്. നിന്റെ കണ്ണിൽ പെടാത്ത, നിന്റെ കൈ കൊണ്ട് തടയാൻ കഴിയാത്ത, നിന്റെ വാളിന് തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ ഭവനത്തിനകത്തേക്ക് സ്വർഗം ഇറക്കി വിടുകയാ. യേശുവിന്റെ മഹത്വം ഈ രാത്രി ചലിക്കട്ടെ. Now you receive the fire of God. Yes, 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 yes. ശീലകൾ കൊണ്ട് ചുറ്റപ്പെട്ട ചില വാഗ്ദത്ത വിഷയങ്ങൾക്ക് ജീവന്റെ തുടിപ്പുകൾ കൈമാറുകയാ. ശീലകൾ കൊണ്ട് ചുറ്റപ്പെട്ട ചിലതിന്റെ അകത്ത് പുനരുത്ഥാനത്തിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങുകയാ. ഇന്നൊരു രാത്രിയിൽ പുറത്തെ മുദ്രകൾ പൊട്ടാൻ പോവുകയാ. പുറത്തെ കല്ലുകൾ ഉരുണ്ട് മാറാൻ പോവുകയാ. കാവൽ പടയാളികൾ പേടിച്ച് മാറാൻ പോവുകയാ. ഇന്നൊരു രാത്രി പുനരുത്ഥാനത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ടാൽ ഇനി വാഗ്ദത്തം നീണ്ടുപോകത്തില്ല. അത് പറഞ്ഞ സമയത്ത് നടക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ചില മുദ്രകൾ പൊട്ടുന്ന രാത്രിയാകട്ടെ ഇത്. കല്ലുകൾ ഉരുളുന്ന രാത്രിയാകട്ടെ ഇത്. കാവൽക്കാർ ഭയക്കുന്ന രാത്രിയാകട്ടെ.
ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.